ഹലോ മക്കളെ, അപ്പോൾ വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുത്. അത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലേ. അപ്പോൾ നമ്മുടെ വീടുകളിലായാലും പരിസരത്തായാലും സ്കൂളുകളിലായാലും ഇങ്ങനെയുള്ള നല്ല ശുദ്ധമായ ജലമായാലും അത് പാഴാകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മക്കൾക്ക് പറയാനായിട്ട് പറ്റുമോ? നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. പല്ല് തേക്കുമ്പോൾ ടാപ്പ് അനാവശ്യമായി തുറന്നിടുന്നത് അല്ലേ. നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല ടാപ്പ് തുറന്നിട്ടിട്ടുണ്ടോ എന്നുള്ളത് അല്ലേ. നമ്മൾ ജസ്റ്റ് തുറന്നിടുന്നു, പിന്നെ അങ്ങോട്ട് പല്ല് തേച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ വെള്ളം ഒരുപാട് അതിലൂടെ പോകുന്നുണ്ടായിരിക്കും. അതപ്പോൾ ജലം പാഴാകിപ്പോകുന്ന ഒരു സന്ദർഭമാണ്. ലീവിങ് ദ ടാപ്പ് ഓപ്പൺ വൈൽ ബ്രഷിംഗ് ടീത്ത്. ടാങ്ക് നിറഞ്ഞൊഴുകുന്നത്, നമ്മൾ ചില സമയത്ത് മോട്ടർ ഓഫ് ആക്കാനായിട്ട് മറന്നുപോകും അല്ലേ. അപ്പോൾ ടാങ്ക് നിറഞ്ഞ് ഒരുപാട് വെള്ളം വേസ്റ്റായി പോവും. ടാങ്ക് ഓവർഫ്ലോയിങ്. ചോർച്ചയുള്ള ടാപ്പ് നമ്മൾ പൊതുവഴികളിലൊക്കെ കണ്ടിട്ടുണ്ട്. ടാപ്പിൽ ചോർച്ച വന്ന് ലീക്കായിട്ട് വെള്ളം പുറത്തു പോകുന്നത് അല്ലേ. ലീക്കിംഗ് ടാപ്പ്. അപ്പോൾ അതും ഇതുപോലെ ജലം പാഴായി പോകുന്ന ഒരു സന്ദർഭമാണ്. പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. വാട്ടർ ലീക്കിംഗ് ഫ്രം ബ്രോക്കൺ പൈപ്പ്. ഇതുപോലെ തന്നെ പൈപ്പ് പൊട്ടിയിട്ടും ഇതുപോലെ വെള്ളം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലീവിങ് ദ ഷവർ ഇൻ ബാത്റൂംസ് അൺനെസസറിലി ഓപ്പൺ. കുളിമുറിയിലെ ഷവർ അനാവശ്യമായി തുറന്നിടുന്നത്. ചില സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ പൈപ്പൊക്കെ തുറന്നിട്ട് വെറുതെ വെള്ളം പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഈ ജലം പാഴായി പോകുന്ന സന്ദർഭമാണ്. വാട്ടർ ഈസ് വേസ്റ്റഡ് വൈൽ വാഷിംഗ് വെഹിക്കിൾ. വാഹനം കഴുകുമ്പോൾ വെള്ളം പാഴാകുന്നു. അപ്പോഴും ഇതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടാണ് വാഹനമൊക്കെ കഴുകുന്നത്. അപ്പോൾ അതും ഇതുപോലെ വെള്ളം പാഴായി പോകുന്ന സന്ദർഭമാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഏതൊക്കെയാണ് വെള്ളം പാഴായി പോകുന്ന സന്ദർഭങ്ങൾ, അതുപോലെ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? ടാപ്പ് അനാവശ്യമായി തുറന്നിടാതിരിക്കുക, ഷവറും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക, വാഹനം കഴുകുമ്പോൾ മിതമായി വെള്ളം ഉപയോഗിക്കുക അല്ലെ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം പാഴായി പോകുന്നത് കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിലും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.